വിത്ത് സിമ്മാണ്. സിം സ്ലോട്ടോട് കൂടിയാണ്. 4G സിം നമുക്ക് 4G സിം ഇടാവുന്ന സ്റ്റീരിയാണ്. വണ്ടിയുടെ ചുറ്റും ഫുള്ളി എപ്പോഴും റെക്കോർഡിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓടിക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് സേഫ്റ്റി ആയിരിക്കും, വണ്ടി സേഫ് ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ തന്നെ അത് നമുക്ക് ക്ലിയർ ചെയ്യാം. വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഫ്രണ്ട് വ്യൂ കാണാം. വളരെ ക്ലിയർ ആയിട്ടും കൃത്യമായിട്ടും നമുക്ക് ഫ്രണ്ട് വ്യൂ കാണാൻ പറ്റും. നമ്മൾ ഇന്ന് MaazBeatzന്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തേക്കുന്നത് പുതിയ ബ്രീസയിലാണ്, മാരുതി ബ്രീസയിലാണ്. മാരുതി 2022 ഇറക്കിയ ബ്രീസയിലാണ് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തേക്കുന്നത്. ഇത് 4GB റാമും 64GB റോമും ഉള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. 360 ഡിഗ്രി ക്യാമറയോട് കൂടിയുള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. ഈ കാറിന് നമ്മൾ എല്ലാ കാറിനും വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ 4 ക്യാമറ വെച്ചിട്ടുണ്ട്. അതായത് ഫ്രണ്ട്, ബാക്ക്, 2 സൈഡ്, ഡബിൾ സൈഡിലും ക്യാമറ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ വരുന്നത് നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് വെച്ചേക്കുന്നത്. ഈ ഒരു പൊസിഷനിലാണ് ഫ്രണ്ട് ക്യാമറ വെച്ചേക്കുന്നത്. ലെഫ്റ്റ് ക്യാമറ വെച്ചേക്കുന്ന ഈ ഒരു പൊസിഷനിലാണ്. റിയർ ക്യാമറ വെച്ചേക്കുന്ന ഈ ഒരു പൊസിഷനിലാണ്. റൈറ്റ് സൈഡ് ക്യാമറ വെച്ചേക്കുന്ന ഈ ഒരു പൊസിഷനിലാണ്. ഇതുകൊണ്ട് തന്നെ മാരുതിയുടെ എല്ലാ വണ്ടിക്കും ഇപ്പോൾ നമുക്ക് വെക്കാൻ പറ്റും. പുതുതായിട്ട് ഇറങ്ങിയ എല്ലാ വണ്ടിക്കും വെക്കാൻ പറ്റും. വിറ്റാരായ്ക്കും ഗ്രാൻഡ് വിറ്റാരായ്ക്കും എല്ലാം നമുക്ക് വെക്കാൻ പറ്റും. എല്ലാം കപ്ലർ ടു കപ്ലർ കണക്ഷൻ തന്നെയാണ് വരുന്നത്. വയർ കട്ടിങ്ങോ കാര്യങ്ങളൊന്നും വരത്തില്ല. പുതിയ വണ്ടിയുടെ വാറണ്ടി ബാധിക്കുന്ന ഒരു കാര്യങ്ങളും വരത്തില്ല. എല്ലാം കപ്ലർ ടു കപ്ലർ കണക്ഷനാണ്. ഫ്രെയിമും എല്ലാം കറക്റ്റായിട്ടുള്ള ഫ്രെയിമാണ്, ഗ്ലോസി ഫ്രെയിമാണ്. അത് തീർമ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുത്തൻ ബ്രീസയിൽ MaazBeatzന്റെ 360 ക്യാമറ വിത്ത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞുള്ള ഒരു വ്യൂ ആണ്. നമ്മുടെ പുതിയ ബ്രീസയുടെ ഫ്രെയിമോട് കൂടി ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് വന്നേക്കുന്നത്. 4GB റാമും 64GB റോമും ഉള്ള സ്റ്റീരിയോ ആണ്. വിത്ത് സിമ്മാണ്. സിം സ്ലോട്ടോട് കൂടിയാണ്. 4G സിം നമുക്ക് 4G സിം ഇടാവുന്ന സ്റ്റീരിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ അതിൻ്റെ ഒരു 3D വ്യൂ ആണ്. നമുക്ക് പുതിയ ബ്രീസയുടെ വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫ്രണ്ട് വ്യൂ കാണാം, റിയർ വ്യൂ കാണാം, സൈഡ് കാണാം. സൈഡിൽ കൂടെ പോകുന്ന വണ്ടിയുടെ എല്ലാം കാണാം. നമ്മൾ ലൈനിലുള്ള റോഡിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ലൈനും ക്ലിയർ ആയിട്ട് കാണാം. ഇതിപ്പോൾ റിയർ വ്യൂ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് ഫ്രണ്ട് ഇടാൻ പറ്റും. ഇതിപ്പോൾ ഫ്രണ്ട് വ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഫ്രണ്ട് വ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഫ്രണ്ട് വ്യൂ കാണാം. വളരെ ക്ലിയർ ആയിട്ടും കൃത്യമായിട്ടും നമുക്ക് ഫ്രണ്ട് വ്യൂ കാണാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് സൈഡ് വ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈഡ് വ്യൂവിൻ്റെ എൻലാർജ് വ്യൂ നല്ല രസകരമായി തന്നെ കാണാൻ പറ്റും. നല്ല കൃത്യമായിട്ട് നമുക്ക് സൈഡ് വ്യൂ കാണാൻ പറ്റും. ഇപ്പോൾ സൈഡ് വ്യൂ ഇട്ടുകൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം സൈഡിലത്തെ ആ ലൈനെല്ലാം കൃത്യമായിട്ട് കാണാം. ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ, വണ്ടിയുടെ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ കൃത്യമായിട്ട് ലൈൻ കാണാൻ പറ്റും. ഇതേ സെയിം ഒരു വ്യൂവിലാണ് നമ്മുടെ ക്യാമറ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൈഡിൽ എന്തെങ്കിലും വന്ന് ഒരു സ്കൂട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു തട്ടോ മുട്ടോ ഉണ്ടായാൽ തന്നെ നമുക്കത് ക്ലിയർ ആയിട്ട് നമുക്ക് റെക്കോർഡിൽ വരും. അപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമ്മുടെ കുറ്റം കൊണ്ടാണോ അവരുടെ കുറ്റം കൊണ്ടാണോ ഇത് സംഭവിച്ചത് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് തന്നെ 2 സൈഡും ക്ലിയർ ആയിട്ട് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. 2 സൈഡും ഫ്രണ്ടും ബാക്കും ഇതുപോലെ തന്നെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. അതായത് വണ്ടിയുടെ ചുറ്റും ഫുള്ളി എപ്പോഴും റെക്കോർഡിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓടിക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് സേഫ്റ്റി ആയിരിക്കും, വണ്ടി സേഫ് ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ തന്നെ അത് നമുക്ക് ക്ലിയർ ചെയ്യാം. നമ്മുടെ കുറ്റം കൊണ്ടല്ല എന്നുള്ള കാര്യം നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള ക്യാമറ വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ വണ്ടി തിരിക്കുമ്പോൾ നമ്മൾ റിവേഴ്സ് ഇട്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് വ്യൂ അവിടെ വന്നു. നമുക്ക് വണ്ടിയുടെ 4 ചുറ്റും കാണാൻ പറ്റും. റിവേഴ്സ് എടുക്കുമ്പോൾ 3D വ്യൂവിൽ ഇവിടെയാണ് ഡ്രോൺ വ്യൂ വരുന്നത്. ഇത് ഏതെങ്കിലും ഒരു സൈഡിലെ വ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ റിവേഴ്സ് ഗിയർ മാറ്റുകയാണെങ്കിൽ ഫ്രണ്ട് വ്യൂ ഓട്ടോമാറ്റിക്കലി അവിടെ വന്നു. അപ്പോൾ നമ്മൾ വണ്ടി മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ വണ്ടി മുമ്പോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഏത് വ്യൂ ഇഷ്ടമുള്ള നമുക്ക് ഇടാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എൻലാർജ് വ്യൂ ഇട്ടു. ഫ്രണ്ട് എൻലാർജ് വ്യൂ ആണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് കാണാം. നമ്മൾ ടച്ച് ചെയ്തപ്പോൾ വീണ്ടും ടച്ച് ചെയ്തപ്പോൾ അത് റിയർ എൻലാർജ് വ്യൂ ആയി. ഇപ്പം ഡബിൾ സൈഡ് വ്യൂ ആണ്. അതായത് ലെഫ്റ്റ് റൈറ്റ് 2 സൈഡും കൂടെ നമുക്ക് കണ്ടുകൊണ്ട് വേണമെങ്കിൽ ഓടിക്കാൻ പറ്റും. ഇങ്ങനെ കാണുമ്പോഴും നമുക്ക് ഇവിടെ ഡ്രോൺ വ്യൂ കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഈ ഭാഗത്ത് നമുക്ക് ഡ്രോൺ വ്യൂ കണ്ടുകൊണ്ട് തന്നെ ഓടിക്കാം. ഇതിപ്പോൾ സൈഡ് വ്യൂ നമ്മൾ പ്രത്യേകം ഓരോ ഡയറക്ഷൻ ഇട്ടേക്കുവാണ്. നിങ്ങൾക്ക് കാണാൻ നല്ല രസകരമായ രീതിയിൽ പല സൈഡ് വ്യൂ രസകരമായ രീതിയിൽ വരുന്നുണ്ട്. അതായത് സൈഡ് വ്യൂ നമുക്ക് ഇതുകൊണ്ട് പല രീതിയിൽ മാറ്റിയിടാം. ഇപ്പം നമ്മൾ ഫ്രണ്ട് ടയറിനെ അങ്ങോട്ട് കൊണ്ടിടാം, ബാക്ക് ടയറിനെ അങ്ങോട്ട് കൊണ്ടിടാം,
3D വ്യൂ ആയിട്ട് സൈഡ് വ്യൂ കാണാൻ പറ്റും. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് സൈഡ് വ്യൂ കാണാൻ പറ്റും. ഇതിപ്പോൾ ഫ്രണ്ട് ടയറിൻ്റെ ആ ഒരു പൊസിഷനിലോട്ട് ഇട്ടേക്കുവാണ്. വീണ്ടും മാറ്റി നമുക്ക് അങ്ങനെ ഓരോ പൊസിഷൻ മാറ്റി ഇട്ടുകൊണ്ട് നമുക്ക് സൈഡ് വ്യൂ കാണാം. ഇതെല്ലാം പക്ക HD ക്ലാരിറ്റി തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വിസിബിലിറ്റി എല്ലാം പക്ക ക്ലിയർ തന്നെയായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ നമുക്ക് ആ ഇൻഡിക്കേറ്റർ കത്തുന്നതൊക്കെ അവിടെ ആ വണ്ടിയുടെ പിക്ചറിൽ തന്നെ കാണാം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കത്തി കിടക്കുവാണ്. അപ്പം ലെഫ്റ്റിലോട്ടുള്ള ക്യാമറ ആണ് ഇപ്പം നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർ ചോദിക്കുന്നുണ്ട്, ഈ ലെഫ്റ്റിലോട്ടുള്ള ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ലെഫ്റ്റ് ക്യാമറ മാത്രമേ ഓണായിരിക്കത്തുള്ളൂ എന്ന്. അങ്ങനെയല്ല, ലെഫ്റ്റ് ക്യാമറ വിസിബിൾ ആകുമെന്നേ ഉള്ളൂ. 4 ക്യാമറ ഒരുപോലെ അന്നേരം റെക്കോർഡിംഗ് ആണ്. ആ ലെഫ്റ്റ് ക്യാമറ എടുത്ത് കാണിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ.